ലേഖനത്തിലൂടെ പ്രാപഞ്ചിക വസ്തു അല്ലല്ല. പ്രാപഞ്ചിക വസ്തുവിനെ പറ്റി അങ്ങനെ പറയലുണ്ടാ? അല്ലയോ കുബൂരികളെ, പ്രാപഞ്ചിക വസ്തുക്കൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ഇസ്തിഹാസ നടത്തിയ ചെറുക്കാണ്. പ്രാപഞ്ചിക വസ്തുക്കൾക്ക് ഇപ്പുറത്തുള്ള കാര്യം എവിടെയാ പറയല്? കാര്യകാരണ ബന്ധം, മനുഷ്യ കഴിവിന് അതീതം, സൃഷ്ടി കഴിവ്, ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നത്. പ്രാപഞ്ചിക വസ്തു എവിടെ ഉപയോഗിക്കല്? അയാൾക്ക് പറ്റിയ അബദ്ധമാണ്. ഇത് അബദ്ധം എന്ന് പറഞ്ഞ് തിരുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ വോയിസ് ജാമിയ നദവിയ എടവണ്ണയിൽ നിന്ന് സ്വലാഹി ബിരുദമെടുത്ത് സൗദിയിലെ ബുറൈദയിലെ സഫറ ജാലിയാത്തിൽ സേവനമനുഷ്ഠിക്കുന്ന KNM-കാരനായ KNM-നു വേണ്ടി സോഷ്യൽ മീഡിയയിൽ വാവിട്ടടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. പ്രാപഞ്ചിക വ്യവസ്ഥകൾക്കപ്പുറത്ത് എന്ന് തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്ത് സംസാരിക്കുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അദൃശ്യം, അബൗദികം എന്നൊക്കെ പറയുന്നത് പോലെ പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതം എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നതാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അല്ല അസൂയ. തലയിൽ കഷണ്ടി മുടി എങ്ങനെ കളയുമോ അതുപോലെ ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് അറിവിനെ വടിച്ചു കളയും. ഞാനൊരു മുമ്പ് പ്രസംഗം കേട്ടത് ഞാൻ ഓർക്കുകയാണ്. എത്രമാത്രം യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ. അതിനുമാത്രം അസൂയ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോട് വെച്ചു പുലർത്തുന്നത് കൊണ്ട് തന്നെ ഇത്ര വലിയ യാഥാർത്ഥ്യങ്ങളെപ്പോലും നിഷേധിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പം സങ്കടമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധകന്മാരെ ഈ സംഘടന എത്തിച്ചിട്ടുള്ളത് എത്രമാത്രം വലിയ അപകടത്തിലേക്കാണെന്ന് ഈ സംഘടനയെ പിളർത്താൻ കാരണമായിട്ടുള്ള പുരോഹിതന്മാരെ, പണ്ഡിതന്മാരെ, ജമിയത്തുൽ-ഉലമ എന്ന പേരിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഈ ഒരു അവസ്ഥയിലേക്ക് ജാമിയ നദവിയ എടവണ്ണയിൽ നിന്ന് സ്വലാഹി ബിരുദമെടുത്ത സലാഹിമാരെ പോലും ഈ ഒരു നിലയിലേക്ക് അറിവില്ലായ്മയുടെ വിവരക്കേടിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട ഈ പണ്ഡിത സഭ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സമസ്തക്കാരോട് നമ്മൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് നമ്മൾ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് അപ്പുറത്താണ് നമ്മൾ പറയാറുണ്ടോ? പിന്നെ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് ഇപ്പുറത്താണോ അത്? പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അങ്ങനെയുണ്ടോ? മരണപ്പെട്ടവർക്ക് കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള ഒരു കഴിവ് പ്രാപഞ്ചിക വ്യവസ്ഥയിൽ പെട്ടതാണോ സലാഹി? നിങ്ങൾ എവിടുന്നാണ് വണ്ടി കയറിയത്? നിങ്ങൾ ആരെയാണ് തൗഹീദ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വ്യവസ്ഥ എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്? അത് തന്നെയാണല്ലോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അദൃശ്യം, അബൗദികം, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അപ്പുറം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരേ ആശയമാണ്, ഒരേ അർത്ഥമാണ്. ഇതൊക്കെ തൗഹീദ് പറയുന്നിടത്ത് നമ്മൾ പ്രയോഗിച്ചു പോന്നിട്ടുള്ള പദങ്ങളാണ്, നമ്മുടെ പൂർവികർ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ തന്നെ പ്രിയങ്കരനും നിങ്ങളേറെ ആദരിച്ചു കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം തൊട്ടടുത്ത വോയിസിൽ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടുള്ള അസൂയ കാരണം ഏത് സത്യത്തെയും വലിച്ചെറിയാനും ഏത് സത്യത്തെയും നിഷേധിക്കാനും ഒരു മടിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ആളുകൾ അധപ്പതിച്ചു പോയല്ലോ എന്ന് സഹതപിക്കുകയല്ലാത്ത സഹോദരന്മാരെ നമ്മൾ എന്തു ചെയ്യും? അതുകൊണ്ട് ഇവിടെ പണ്ട് 2012 മുമ്പ് യഥാർത്ഥ തൗഹീദ് ഉണ്ടായിരുന്ന കാലത്ത് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ ഈ ആശയം നിങ്ങളെല്ലാവരും ഒന്ന് കാതോർക്കുക. എന്നിട്ട് മതി ബാസിൽ CP-യുടെ ഈ പരാമർശത്തെ വിമർശിക്കാൻ എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇത് സനീർ സലാഹിയുടെ ചെവിയിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഫോർവേഡ് ചെയ്യണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി പ്രാപഞ്ചിക വ്യവസ്ഥക്കതീതമായി അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികളുടെ കഴിവിനതീതമായി, മനുഷ്യ കഴിവിനതീതമായി എന്നൊക്കെ വ്യത്യസ്തമായ പ്രയോഗങ്ങളിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഉപകാരവും ഉപദ്രവവും അഭൗതികമായ മാർഗത്തിലൂടെ ഏൽക്കും ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടല്ലോ, അബ്ദുറഹ്മാൻ സലഫി വളരെ കൃത്യമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതമായി, അദ്ദേഹം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകം എന്താണ്? പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതമായി, അഭൗതികമായി, സൃഷ്ടികളുടെ കഴിവിന് അതീതമായി, മനുഷ്യ കഴിവിന് അതീതമായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്?
അത് ഒരൊറ്റ കാര്യമാണ്. അത് വളരെ വ്യക്തമായി അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞു. പ്രാർത്ഥന അഭൗതികമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം വരുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പോൾ അത് ആരിലേക്കും പോകാൻ പാടില്ല. ഈ കാര്യമാണ് നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. ഇതിപ്പം എന്തോ ഒരു പുതിയ വാദം കേൾക്കുന്നത് പോലെ ആർക്ക് ഫീൽ ചെയ്യുന്നത്? ഇന്നത്തെ അഭിനവ KNM കുഞ്ഞാടുകൾക്ക്, കുട്ടികൾക്ക് തോന്നുന്നു എന്നത് വളരെ വിചിത്രമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് സനീർ സലാഹി, നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതമായി തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്ത്, തൗഹീദിൻ്റെ ആശയം വിശദീകരിക്കുന്നിടത്ത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അതീതമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശദീകരിച്ച വിശദീകരണം അദ്ദേഹത്തിന് അബദ്ധം പിണഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മൗലവി പറഞ്ഞത് തെറ്റാണ് മൗലവി എന്ന് ധൈര്യത്തോടു കൂടി, ആർജവത്തോടു കൂടി ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ താങ്കൾക്ക് ആർജവമുണ്ടോ എന്ന് താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് പോരെ ബാസിൽ CP-യോട് ഇത് അബദ്ധമാണ്, തിരുത്തണമെന്ന് പറയണമെങ്കിൽ ആദ്യം താങ്കൾ അബ്ദുറഹ്മാൻ സലഫിയെ കൊണ്ട് തിരുത്തിപ്പിക്കണം. എന്നാലല്ലേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധമോ അല്ലെങ്കിൽ ഒരു ആദർശബോധമോ ഉണ്ട് എന്ന് നമുക്ക് പറയാമായിരുന്നു. അതുകൊണ്ട് താങ്കളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.